നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ മലയാളികൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട 10 കിടിലൻ ആപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളുടെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സൗജന്യമായി നൽകിയിട്ടുള്ള ആപ്പുകളാണ് ഇവ. ക്യൂ നിൽക്കാതെയും പല ഓഫീസുകളിൽ പോയി സമയം കളയാതെയും ഫോണിലൂടെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന ഈ ആപ്പുകൾ ഒരു മലയാളി എന്ന നിലയിൽ നിങ്ങളെല്ലാവരും തീർച്ചയായും അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ആപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമതായി വരുന്നത് ഡിജി ലോക്കറാണ്. ഇതൊരു ഡിജിറ്റൽ ലോക്കറാണ്. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, വാഹനത്തിൻ്റെ RC ബുക്ക്, SLC+2 സർട്ടിഫിക്കറ്റുകൾ, ഇൻഷുറൻസ് രേഖകൾ എന്നിവയെല്ലാം ഇതിൽ സുരക്ഷിതമായി സൂക്ഷിക്കാം. യാത്ര ചെയ്യുമ്പോൾ പോലീസോ മോട്ടോർ വാഹന വകുപ്പോ രേഖകൾ ചോദിച്ചാൽ ഈ ലൈസൻസോ RC ബുക്കോ കാണിച്ചാൽ മതിയാവും. ഒറിജിനൽ കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. രണ്ടാമതായിട്ടുള്ള ഉമം എന്ന് പറയുന്ന ആപ്പാണ്. സർക്കാരിൻ്റെ എല്ലാ സേവനങ്ങളും ഒരൊറ്റ ആപ്പിൽ ലഭ്യമാക്കുന്ന സംവിധാനമാണിത്. PF ബാലൻസ് പരിശോധിക്കാനും പണം പിൻവലിക്കാനും പാസ്പോർട്ട് സേവനങ്ങൾക്കും ഗ്യാസ് സിലിണ്ടർ ബുക്കിങ്ങിനും തുടങ്ങിയ 100 കണക്കിന് കാര്യങ്ങൾക്ക് വേറെ വേറെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ഈ ഒരൊറ്റ ആപ്പിലൂടെ ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് പരിവാഹൻ എന്ന് പറഞ്ഞ ആപ്പാണ്. വാഹനമുള്ളവരും ഡ്രൈവിംഗ് ചെയ്യുന്നവരും നിർബന്ധമായും ഫോണിൽ വയ്ക്കേണ്ട ഒരാപ്പാണിത്. ഇതൊരു വാഹനത്തിൻ്റെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമ ആര്, ഇൻഷുറൻസ് നിലവിലുണ്ടോ, ട്രാഫിക് ഫൈൻ വല്ലതും അടയ്ക്കാനുണ്ടോ എന്നൊക്കെ നിമിഷ നേരം കൊണ്ട് അറിയാനും ആപ്പിലൂടെ തന്നെ ഫൈൻ അടയ്ക്കാനും സാധിക്കുന്ന ഒരാപ്പാണ്. അടുത്തതാണ് ഡിജി യാത്ര. വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഏറെ ഉപകാരപ്രദമായ ഒരാപ്പാണിത്. എയർപോർട്ടുകളിലെ നീണ്ട വരി ഒഴിവാക്കാൻ ഫേഷ്യൽ റെക്കഗ്നേഷൻ സാങ്കേതിക വിദ്യ വഴി വേഗത്തിൽ ഉള്ളിലേക്ക് കടക്കാൻ ഈ ആപ്പ് സഹായിക്കും. ഓരോ തവണയും ബോർഡിംഗ് പാസും ID-യും കാണിച്ച് സമയം കളയേണ്ടതില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തതായി ആഭ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ആരോഗ്യ വിവരങ്ങൾ കൃത്യമായി സൂക്ഷിക്കാനുള്ള സൗകര്യമാണ് ഇതിലുള്ളത്. ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷനുകളും ലാബ് റിപ്പോർട്ടുകളും ഇതിൽ സൂക്ഷിക്കാം. ആശുപത്രികളിൽ പോകുമ്പോൾ പഴയ മെഡിക്കൽ ഫയലുകൾ ചുമന്നുകൊണ്ട് പോകേണ്ടി വരില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തതാണ് ആധാർ ആപ്പ്. ആധാറിൻ്റെ ഔദ്യോഗിക ആപ്പാണിത്. ഒറിജിനൽ കാർഡ് കയ്യിൽ ഇല്ലാത്തപ്പോൾ ഇതിലെ ഡിജിറ്റൽ ആധാർ ഉപയോഗിക്കാം. കൂടാതെ നിങ്ങളുടെ ആധാറിൻ്റെ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ഇതിലൂടെ ബയോമെട്രിക് വിവരങ്ങൾ ലോക്ക് ചെയ്തു വയ്ക്കുവാനും സാധിക്കും. അതൊരു വലിയൊരു ഉപകാരമുള്ളൊരു ആപ്പാണിത്. അടുത്തതാണ് ഭീം. സർക്കാരിൻ്റെ ഔദ്യോഗിക UP പേയ്മെൻറ്റ് ആപ്പാണിത്. അനാവശ്യ പരസ്യങ്ങളോ വിവരങ്ങളോ ചോരുമെന്ന ഭയമോ ഇല്ലാതെ വളരെ സുരക്ഷിതമായി പണമിടപാടുകൾ നടത്തുവാനും കടകളിൽ സ്കാൻ ചെയ്ത് പണം അയക്കുവാനും വാട്ടർ കറണ്ട് ബില്ലുകൾ അടയ്ക്കുവാനും ഇത് വളരെയധികം ഉപകാരമുള്ളൊരു ആപ്പ് കൂടിയാണ്. അടുത്തതാണ് സന്ദേശ് എന്ന് പറയുന്ന ആപ്പ്. വാട്സപ്പിന് പകരമായി ഉപയോഗിക്കാൻ ഇന്ത്യയുടെ സ്വന്തം മെസ്സേജിംഗ് ആപ്പാണിത്. സന്ദേശങ്ങളുടെയും ഫയലുകളുടെയും ഉയർന്ന സുരക്ഷയും സ്വകാര്യതയും ആഗ്രഹിക്കുന്നവർക്ക് ഈ തദ്ദേശീയ ആപ്പ് ധൈര്യമായി ഉപയോഗിക്കാം എന്നുള്ളതാണ്. അടുത്തതാണ് സഞ്ജീവിനി. വീട്ടിലിരുന്നു കൊണ്ട് സൗജന്യമായി ഡോക്ടറെ കാണുവാനുള്ള സംവിധാനമാണിത്. ആശുപത്രികളിൽ പോകാതെ തന്നെ ഫോണിലൂടെ ഡോക്ടറോട് വിവരങ്ങൾ പറഞ്ഞ് ഡിജിറ്റലായി പ്രിസ്ക്രിപ്ഷനുകളും നേടാം. ചെറിയ അസുഖങ്ങൾക്ക് പതിവ് മരുന്നുകൾക്കുമായി ആശുപത്രികളിൽ ക്യൂ നിൽക്കുന്നത് ഒഴിവാക്കാം. ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തേക്കാം. അടുത്തതാണ് MyGov. സർക്കാർ പദ്ധതികളെക്കുറിച്ച് കൃത്യമായി അറിയാനും വ്യാജ വാർത്തകളിൽ പെടാതെ കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാനും ഈ ആപ്പ് വളരെയധികം സഹായിക്കും. കൂടാതെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നേരിട്ടറിയിക്കാനും ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ ഈ 10 ആപ്പുകൾ ഓരോ മലയാളികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നവയാണ്. ഇത് നിങ്ങളുടെ സമയവും പണവും ലാഭിക്കാൻ തീർച്ചയായും സഹായിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വിവരങ്ങൾ തുടർന്നും ലഭിക്കാൻ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വിഷയവുമായി വീണ്ടും വരുന്നതുവരെയും ബൈ.